ശരി. പഞ്ചതന്ത്രം ഫലിക്കുമോ എന്നതിനപ്പുറം ഫലിക്കേണ്ടതുണ്ട് എന്നതുള്ളതാണ് എൻ്റെ അഭിപ്രായം. പ്രായോഗികമായ ഈ പറയുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയങ്ങളിൽ നൽകിയിരിക്കുന്ന ഉറപ്പുകളാണ്. ആ രൂപത്തിലാണത് മനസ്സിലാക്കേണ്ടത്. നേരത്തെ കർണാടകയിൽ അത്തരത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞത് നടപ്പാക്കുന്നു എന്നുള്ളത് അവിടെ ഫലിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്ത് ഒരാൾ സ്വയം എൻ്റെ ഗ്യാരണ്ടി എന്ന് പറയുന്നു. എൻ്റെ അധികാരം എന്നുള്ളത് കാണിക്കുന്നു. ഇപ്പുറത്ത് അങ്ങനെയല്ല, ഞങ്ങൾ പാർട്ടിയുടെ ഉറപ്പാണ് നൽകുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഗെയിം ചേഞ്ചറാകും ഈ പ്രകടന പത്രിക, ഈ ന്യായപത്ര എന്നാണ് അവർ പറയുന്നത്. ഈ ന്യായ യാത്രയാണല്ലോ നടത്തിയത്. അപ്പോൾ ഈ ഉറപ്പുകൾക്കെല്ലാം ന്യായ ചേർത്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സാധാരണക്കാരെ ബാധിക്കുന്ന, നേരത്തെ പറഞ്ഞതുപോലെ ഭാഗീദാരി ന്യായ്, കിസാൻ ന്യായ്, നാരി ന്യായ്, ശ്രമിക് ന്യായ്, യുവ ന്യായ് തുടങ്ങി കാര്യങ്ങൾ ഈ ന്യായ് യാത്രയിൽ പറഞ്ഞ ഉറപ്പുകൾക്കൊപ്പം 25 ഉറപ്പുകൾക്കൊപ്പം ഇത് നടപ്പാക്കുമെന്ന് പറയുന്നു. അതോടൊപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുമെന്ന് പറഞ്ഞതാണ്. അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യാതിരിക്കാൻ നിയമ ഭേദഗതി വരുത്തുമെന്ന് പറഞ്ഞതാണ്. ജമ്മു കശ്മീരിന് സംസ്ഥാന പദവി നൽകും, ലഡാക്കിന് പ്രത്യേക പദവി നൽകും. ഇതൊക്കെയാണ് കോൺഗ്രസ് നൽകുന്ന ഉറപ്പുകളായി പറയുന്നത്. അപ്പുറത്ത് ഇന്ത്യ തിളങ്ങുന്നു 2004 BJPയുടെ മുദ്രാവാക്യമായിരുന്നല്ലോ. ആ മുദ്രാവാക്യത്തിൻ്റെ അവസ്ഥയാകും അതിനുശേഷം BJP പരാജയപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു. അതാകും മോദിയുടെ ഗ്യാരണ്ടിക്ക് സംഭവിക്കുക എന്നും കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുന്നുണ്ട്. ഇതിപ്പോൾ ഒരു അന്തിമ രൂപമായിട്ടില്ല. ഇന്നിപ്പോൾ ചർച്ചകൾ നടന്ന ശേഷം അന്തിമ രൂപമാക്കാൻ ഖാർഗെയെ ഏൽപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, മോദി നേരത്തെ നൽകിയ ഉറപ്പുകൾ, നേരത്തെ MV നികേഷ് കുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കള്ളപ്പണം പിടിച്ച ശേഷം 15 ലക്ഷം ഓരോ അക്കൗണ്ടുകളിലും എത്തുമെന്ന് പറഞ്ഞ ശേഷം അതിനെ എങ്ങനെയാണ് പിന്നീട് മാറ്റി അവതരിപ്പിച്ചതെന്ന് നമുക്കറിയാം. അതോടൊപ്പം തന്നെ തൊഴിലില്ലായ്മ, മോദി കാലത്ത് തൊഴിലില്ലായ്മ എത്രത്തോളം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. എല്ലാ വർഷവും 2 കോടി തൊഴിൽ എന്നായിരുന്നു നൽകിയിരുന്ന ഉറപ്പ്. അപ്പോൾ അത് ഫലിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ പാർലമെന്റിൽ തന്നെ വന്ന ആ പ്രതിഷേധത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു വിഷയം അവിടെ നിൽക്കുന്നു. മറ്റത് ഭരണഘടനാ സ്ഥാപനങ്ങളെയും അന്വേഷണ ഏജൻസികളെയൊക്കെ നിയന്ത്രണത്തിലാക്കുന്ന ഒരു രീതി. അപ്പോൾ അങ്ങനെയൊരു ശക്തി പ്രകടനമാണ് മോദി കാണിക്കുന്നതെന്ന് പ്രസംഗിച്ച രാഹുലിനെ അപ്പുറത്ത് ശക്തി ദേവതയെ അപമാനിക്കുകയാണ്, ദേവി അപമാനിക്കുകയാണ് എന്ന രൂപത്തിൽ ട്വിസ്റ്റ് ചെയ്യാൻ മോദിക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ രൂപത്തിലാണ് പ്രസംഗങ്ങളും നിലപാടുകളും ഒക്കെ വരുന്നത്. അപ്പോൾ അതൊരു തരം എല്ലാത്തിനെയും കീഴടക്കിക്കൊണ്ട് പിടിച്ചടക്കിക്കൊണ്ടുള്ള രൂപത്തിലേക്ക് പോകുന്നു. പ്രതീക്ഷയുടെ ചില കാര്യങ്ങൾ ഇന്ത്യ മുന്നണിയിലും സംഭവിക്കുന്നു എന്നുള്ള. അപ്പോൾ ത്രിപുരയിൽ ഇപ്പോൾ കോൺഗ്രസും CPM ഒരുമിച്ച് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പരസ്പരം അപ്പുറത്തും ഇപ്പുറത്തും മത്സരിക്കേണ്ട കാര്യമില്ല. 2 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഓരോന്നിലും 2 പേർക്കുമായി വീതിച്ചുകൊണ്ടുള്ള തീരുമാനം വരുന്നു. ഒപ്പം തന്നെ ത്രിപുര എത്ര കാലം ഇടതുപക്ഷത്തിനൊപ്പമായിരുന്നു എന്നറിയുന്നതാണ്. അപ്പോൾ അത് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാനായി ഒരുമിച്ച് പോരാടാം. അത് ഇന്ത്യ മുന്നണിയുടെ ഒരു ഐക്യം ആ രൂപത്തിൽ ഇപ്പോൾ ന്യായയാത്രയുടെ അവസാനവും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ ചില പ്രതീക്ഷകൾ നൽകുന്ന. അപ്പുറത്ത് അധികാരം ഏതൊക്കെ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നു. നേരത്തെ പറഞ്ഞ പോലെ വാട്സാപ്പ് പ്രചാരണത്തിൽ മോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം, അത് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും ആഗ്രഹമില്ലെങ്കിലും നമ്മുടെ വാട്സപ്പിലേക്ക് വരികയാണ്. അതെങ്ങനെയാണ്? മെറ്റ നയമാണോ എന്നൊരു ചോദ്യമുണ്ട്. രാഷ്ട്രീയ പ്രചാരണങ്ങൾക്ക് വാട്സാപ്പ് ബിസിനസ് ഉപയോഗിക്കുന്നത് വിലക്കിയിട്ടുള്ളതാണ്. അപ്പോൾ മോദിയെ സംബന്ധിച്ച് ഈ കാര്യങ്ങളൊന്നും, അല്ലെങ്കിൽ BJPയെ സംബന്ധിച്ച് നിയമങ്ങളും ഈ നയങ്ങളും ഒന്നും നടപ്പാക്കേണ്ടതില്ല. അവർക്ക് പ്രത്യേക അധികാരമുണ്ടെന്ന രൂപത്തിൽ കാര്യങ്ങൾ പോകുമ്പോൾ ജനാധിപത്യം സംരക്ഷിക്കാൻ ജനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് ഫലിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. പഞ്ചതന്ത്രം ഫലിക്കണം എന്നുള്ളതാണ്. അപ്പോൾ Meet the editors.